നമ്മുടെ രണ്ടത്താണിയുടെ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടിട്ട് രണ്ടത്താണിയിൽ ഉണ്ടായ സംഭവവികാസങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ ഈ നാട് മൊത്തം ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമാണ്. ഇതുമായി ബന്ധപ്പെട്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇത് മുന്നോട്ട് പോയിരുന്നു. അത് ഒരു പാർട്ടി ബേസിലാവണ്ട എന്നുള്ളത് വിചാരിച്ചിട്ട് ഞങ്ങൾ തന്നെയാണ് അത് വ്യാപാരികളെയും അതോടൊപ്പം തന്നെ ആക്ഷൻ കൗൺസിലിനെയും ഏൽപ്പിച്ച് എല്ലാവരും ജനകീയമായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന അടിസ്ഥാനത്തിലാണ് അവിടെ ഒരു കമ്മിറ്റി, ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോയിരുന്നത്. അത് മുസ്ലിം ലീഗിന്റെ ജനപ്രതികൾ, നമുക്കറിയാം, കൽപ്പകഞ്ചേരിയിലെയും മാറാക്കര പഞ്ചായത്തിലെയും മെമ്പർമാരുടെ നേതൃത്വത്തിൽ അവരുടെ മുന്നിൽ നിർത്തിക്കൊണ്ട് പഞ്ചായത്ത് ഭരണസമിതിയും ഇതിനുവേണ്ടി സജീവമായിട്ട് ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഇതിന്റെ ഒക്കെ നേതൃത്വം നൽകിയത് ബഹുമാനപ്പെട്ട MLA-യും MP-യും ഒക്കെയാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് മുന്നോട്ട് പോയത്. ഇതിന് വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് 2023 ജനുവരിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട് അവിടെ സ്ഥലം സന്ദർശിച്ചത്. നമ്മുടെ PDO-യും അതോടൊപ്പം തന്നെ NHAയുടെ ഉദ്യോഗസ്ഥരും KNR വിഭാഗം എല്ലാവരെയും വിളിച്ചുകൂട്ടി ആ സ്ഥലം സന്ദർശിക്കുകയും അവിടെ വിശദമായ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്താണ്. എന്നിട്ട് അന്ന് മുതൽ ഇന്ന് വരെ ബഹുമാനപ്പെട്ട MLA ഇതുമായി ബന്ധപ്പെട്ട് സജീവമായി പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം എന്താ പറയുക, ഒരു ആക്ഷൻ കൗൺസിലിന്റെ രീതിയിൽ നമ്മളതെല്ലാം പാർട്ടി അല്ലാതെ തന്നെ ആക്ഷൻ കൗൺസിലിന്റെ രീതിയിൽ മുന്നോട്ട് പോകുമായിരുന്നു. പക്ഷെ ചില ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു രാഷ്ട്രീയ ദുഷ്ടലാക്കോട് കൂടി എന്ത് ഭാവിച്ചെന്നറിയില്ല. ഇലക്ഷന് മുന്നിൽ കണ്ടുകൊണ്ടാണോ എന്തുകൊണ്ടാണോ മറ്റുള്ളവരുടെ പ്രേരണയാണോ എന്നറിയില്ല, ചില ആളുകൾ MLA എന്താ പറയുക വളരെയധികം അപകീർത്തികരമായ രീതിയിൽ ഒരു പ്ലാൻ ചെയ്ത് അവര് ക്രിയേറ്റ് ചെയ്തൊരു പരിപാടി പോലെയാണ് മിനിഞ്ഞാന്ന് അവിടെ ഉണ്ടായത്. അതിന്റെ അടിസ്ഥാനത്തിൽ ആക്ഷൻ കൗൺസിലുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇന്നലെ അവിടെ മീറ്റിംഗ് വിളിച്ചുകൂട്ടി ആക്ഷൻ കൗൺസിലിൽ നിന്ന് മുസ്ലിം ലീഗിന്റെ രീതിയിലുള്ള അഭിപ്രായങ്ങൾ, നമ്മളുടെ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോന്നിട്ടുണ്ട്. ഇറങ്ങിപ്പോയുള്ള കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതുമായി ബന്ധപ്പെട്ടിട്ട് സോഷ്യൽ മീഡിയയിലും ചാനലിലും ബന്ധപ്പെട്ട പത്രമാധ്യമങ്ങളിലൊക്കെ ആക്ഷൻ കൗൺസിൽ അറിയാതെ, ആ കമ്മിറ്റി അറിയാതെ ചില ആളുകൾ, അതിൽപ്പെട്ട ആളുകൾ അതുമായി ബന്ധപ്പെട്ടിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പഞ്ചായത്ത് ഭരണ കമ്മിറ്റിയും പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയും അതോടൊപ്പം പഞ്ചായത്ത് ഭരണസമിതിയും എല്ലാം ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ അന്ന് തുടങ്ങിയതിനേക്കാൾ കൂടുതൽ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് പാർട്ടി തീരുമാനം. കാരണം എല്ലാവരെയും അവഹേളിച്ചുകൊണ്ട്, കാരണം ഇതിന് മുന്നിൽ നിൽക്കുന്നത് മുസ്ലിം ലീഗ് ആണ് എന്നുള്ള അറിയാം. കാരണം പഞ്ചായത്ത് തലം തൊട്ട് MP വരെയുള്ളത് മുസ്ലിം ലീഗിന്റെയും UDF-ന്റെയും ആളുകളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ക്രെഡിറ്റ് ഫുള്ള് നമുക്ക് കിട്ടുമെന്നുള്ളൊരു ചില ആളുകൾക്ക് വേവലാതി ഉണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. കാരണം ഇത് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ക്രെഡിറ്റ് ഇതിന്റെ ബന്ധപ്പെട്ട UDF-ന്റെ MP-മാർക്കും അത് ബന്ധപ്പെട്ട ജനപ്രതികൾക്കും ആകുമോ എന്ന് ഭയപ്പെടുകയാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇന്നലെ ബഹുമാനപ്പെട്ട കലക്ടർ വന്ന സമയത്ത് അവിടെ ചർച്ചയുണ്ടായിരുന്നു. ഇത് ആരുടെയാണ് ഈ പദ്ധതി എന്ന് ചോദിച്ചപ്പോൾ, കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കേരളത്തിനും സംസ്ഥാനത്തിനും ഒരേ പങ്കാണ് എന്ന് കലക്ടർ പറഞ്ഞു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് CPM-ന് വലിയൊരു പങ്കുണ്ട്. കാരണം ഇതിന്റെ ഡ്രീം പ്രൊജക്റ്റ് എന്നാണ് CPM പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളുടെ ഡ്രീം പ്രൊജക്റ്റ് ആണ് ഈ പദ്ധതി, നാഷണൽ ഹൈവേ 66 എന്ന് പറഞ്ഞ്. അവരെ സംബന്ധിച്ച് ഇതിൽ പരാതികൾ അവിടുത്തെ എല്ലാ രീതിയിലും ആക്ഷൻ കൗൺസിലും MLA-മാരും MP-മാരും ജനപ്രതിനിധികളും എല്ലാവരും ഇതുമായി ബന്ധപ്പെട്ടിട്ട് പരാതികൾ കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നവകേരള സദസ്സിൽ നമുക്കറിയാം ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് അതുമായി ബന്ധപ്പെട്ട് പരാതികളോട് കൊടുത്തത്. പക്ഷെ ഒന്നിനും എല്ലാ മറുപടികളും കൊടുക്കുന്ന NHAക്ക് അവർ ഫോർവേഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിന് വേണ്ട തീരുമാനം എടുക്കാം. കാരണം 25% ഈ സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഫണ്ട് കൊടുത്തത് ഇവിടുത്തെ CPM, നമ്മുടെ LDF ആണ്, പിണറായി സർക്കാരാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം രണ്ടത്താണി ഒരു വിഷയം, അവിടുത്തെ പാർട്ടി CPM എന്ന പാർട്ടിക്ക് അതിൽ 100% അവർക്ക് അതിൽ പങ്കുണ്ട്, അവർക്ക് അതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്ന് അവരെ സ്വാധീനം ഉപയോഗപ്പെടുത്തി ചെയ്യാം. പക്ഷെ എന്തോ അവരതിലൊന്നും വേണ്ട താല്പര്യം എടുക്കുന്നില്ല. സമരങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് മുന്നിലില്ല. ഇപ്പൊ ഈ സമരങ്ങൾ 4-5 സമരങ്ങൾ നടന്നു. അതിന് മുന്നിലൊക്കെ നിൽക്കുന്നത് ഈ UDF-ന്റെ ജനപ്രതികളും അത് ബന്ധപ്പെട്ട ആളുകളാണ്. കേസെടുത്ത് നോക്കിയാൽ കാണാം. അതുമായി ബന്ധപ്പെട്ട് മണിക്കൂറുകളോളം സ്റ്റേഷനിൽ അറസ്റ്റ് രേഖപ്പെടുത്തി രാത്രിയാണ് തിരിച്ചു പോരുന്നത്. ഇതിന് മുന്നിലൊക്കെ നിൽക്കുന്നത് UDF-ഉം ബന്ധപ്പെട്ട ജനപ്രതികളും ബന്ധപ്പെട്ട ആളുകളാണ്. പക്ഷെ മറ്റുള്ളവർ എന്തോ ഗൂഢ ലക്ഷ്യത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. ഈ പാർട്ടിയുടെ തീരുമാനപ്രകാരം തന്നെ മുസ്ലിം ലീഗ് പാർട്ടി അതുമായി ബന്ധപ്പെട്ട് സജീവമായിട്ട് ഇടപെടലുകൾ മുന്നോട്ട് പോകും. നടപ്പാതെ അണ്ടർപാസോ ഇതുമായി ബന്ധപ്പെട്ട് ഇനി ആരും ഇടപെടാൻ ബാക്കിയില്ല. ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ്, പാണക്കാട് ചെയ്ത് സാദിഖലി ശിഹാബ്ദങ്ങൾ, മുസ്ലിം ലീഗിന്റെ എല്ലാ ആളുകളെയും ഇടപെടുന്നതിന് വേണ്ടിയിട്ട് ആക്ഷൻ കൗൺസിലിന്റെ ഒരു വിഭാഗം നേതൃത്വം കൊടുക്കുന്നുണ്ട്. പക്ഷേ മറ്റു വിഭാഗത്തെ അവർ അതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുണ്ട്, ബന്ധപ്പെട്ട മന്ത്രിമാർ, പൊതുമരാമത്ത് മന്ത്രിയുണ്ട്, അവരെയൊന്നും കാണാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പൊ ഇനിയും ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മുസ്ലിം ലീഗ് പാർട്ടിയുടെ തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ്. പാർട്ടിയുടെയും ബന്ധപ്പെട്ട MLA-യുടെയും MP-യുടെയും എല്ലാവരുടെയും സജീവമായ പിന്തുണയോട് കൂടി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഏതറ്റം വരെ പോകാനും ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നതിന് വേണ്ടി നാട്ടുകാരുടെ കൂടെ പാർട്ടിയും ജനപ്രതിനിധികളും എല്ലാവരും കൂടെ ഉണ്ടാകുമെന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി ഉറപ്പു നൽകുകയാണ്. രേഖകൾ ഫുള്ള്, ഇത് അന്ന് മുതലുള്ള രേഖകൾ ഫുള്ള് ഇതിലുണ്ട്. കാരണം 2023 1-ാം മാസം 23 ജനുവരിയിൽ അന്ന് മുതൽ MLA കലക്ടർ കൊടുത്ത പരാതികളാണ്. കലക്ടർ 4-5 തവണ കലക്ടർ പോയി നേരിൽ കണ്ടിട്ടുണ്ട്. എന്നിട്ട് പോലും കലക്ടർ അന്നത്തെ കലക്ടർ സന്ദർശിക്കാൻ തയ്യാറായിട്ടില്ല. ഇപ്പൊ കലക്ടർ സന്ദർശിച്ചതിന് MLA-മാരുടെയും മറ്റു സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. പക്ഷെ അതൊക്കെ ഉണ്ടായിട്ട് പോലും എന്താണ് ലാസ്റ്റ് ഇത് വേറെ രീതിയിലേക്ക്
കൊണ്ടുപോകുന്ന രീതിയിലാണ് അവിടുത്തെ ചില രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നത്. വിശദമായ വിശദീകരണവുമായി ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടി അത് പറയേണ്ട സമയത്ത് അത് രീതിയിൽ തന്നെ പറയും. ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടേണ്ട നടപ്പാതെ അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലാണ് ഞങ്ങൾ പാർട്ടിയും ബന്ധപ്പെട്ട ജനപ്രതിനിധികളും എല്ലാവരും നാട്ടുകാർക്ക് വേണ്ടി കൂടെയുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ മുന്നോട്ട് പോകുന്നത്. മറ്റു കാര്യങ്ങളൊക്കെ പിന്നീട് വരും ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഉണ്ടാകുന്നതാണ്.